ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ, കടപ്പുറങ്ങൾ കേട്ടോ, ബീച്ചുകൾ, വെള്ളച്ചാട്ടം, ദ്വീപുകൾ, അതുപോലെ തന്നെ ഓരോ ജില്ലയിലെയും പ്രധാന നൃത്തരൂപങ്ങൾ എന്നിവയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ചുരങ്ങളാണ് കേട്ടോ. ചുരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ ഇടയിലുള്ളതാണ് അല്ലെ ചുരങ്ങൾ എന്ന് പറയുന്നത്. രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, പേരമ്പാടി ചുരം എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? കണ്ണൂര്, കൂർഗ് കേട്ടോ. കണ്ണൂര്, കൂർഗ്. പേരിയ എന്ന് പറയുന്നത് എവിടെയാണ്? മാനന്തവാടി ടു മൈസൂരിനെ ബന്ധിപ്പിക്കുന്നതാണ്. ഓക്കെ, മാനന്തവാടി, മൈസൂര്. പാൽച്ചുരം എന്താണ്? വയനാട്, കണ്ണൂർ. എന്താണ്? വയനാട്, കണ്ണൂര്. താമരശ്ശേരി ആണെങ്കിലോ? കോഴിക്കോട്, മൈസൂര്. നാടുകാണി എങ്ങനെയാണ്? നിലമ്പൂര് ടു ഗൂഡല്ലൂരാണ് കേട്ടോ. നിലമ്പൂര് ടു ഗൂഡല്ലൂര്. പാലക്കാട് ചുരം എന്തിനാണ്? പാലക്കാടിനും കോയമ്പത്തൂരിനും ഇടയിലുള്ളതാണ് അല്ലെ. കർക്കൂർ ചുരം എവിടെയാണ്? കേരളം, നീലഗിരി ജില്ല. ബോഡി നായ്ക്കന്നൂർ. ഈ ബോഡി നായ്ക്കന്നൂരും പേരമ്പാടിയൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യങ്ങളാണ് കേട്ടോ. ബോഡി നായ്ക്കന്നൂര് ഇടുക്കി ടു മധുര. കമ്പം ചുരം എവിടെയാണ്? തൊടുപുഴ തേനി. ആര്യങ്കാവോ? പുനലൂർ ടു ചെങ്കോട്ട. ഓക്കെ, അടുത്തത് എന്താണ്? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക കേട്ടോ. എഴുതിയെടുക്കുന്നവരെ എഴുതിയെടുക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് വെള്ളച്ചാട്ടമാണ്. ഓക്കെ, വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ആദ്യത്തെ വെള്ളച്ചാട്ടമാണ് മങ്കയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് മങ്കയം. ഓക്കെ, ഞാൻ ഈ പറയുന്നതെല്ലാം തിരുവനന്തപുരത്താണേ. മങ്കയം, കാളക്കയം, മീൻമുട്ടി, വാഴ്വാന്തോൾ, കൊമ്പൈക്കാണി. ഓക്കെ, ഈ 5 അല്ലെ, 6 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. ഈ 6 സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഏതൊക്കെയാണ്? മങ്കയം, കാളക്കയം, മീൻമുട്ടി, വാഴ്വാന്തോൾ, കൊമ്പൈക്കാണി. ഓക്കെ, ഇത്രയും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അടുത്തത് ഏതാണ്? പാലരുവി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ് പാലരുവി സ്ഥിതി ചെയ്യുന്നത്. പെരുന്തേനരുവി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അരുവിക്കുഴി വെള്ളച്ചാട്ടം എവിടെയാണ്? അത് കോട്ടയമാണ്. അരുവിക്കുഴി എവിടെയാണ്? കോട്ടയമാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം. ഓക്കെ, ഇനി പറയാനായിട്ട് പോകുന്നത് കംപ്ലീറ്റും ഇടുക്കിയിലുള്ളതാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത്, വെള്ളച്ചാട്ടങ്ങളും ജലവൈദ്യുത പദ്ധതി എല്ലാം കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇടുക്കിയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇടുക്കിയിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇനി പറയാനായിട്ട് പോകുന്നത് മുഴുവൻ ഇടുക്കിയിലുള്ളതാണ്. ചീയപ്പാറ. ഏതാണ്? ചീയപ്പാറ. തൊമ്മൻ കുത്ത്. കീഴാർകുത്ത്. ഏതാണ്? കീഴാർകുത്ത്. തേന്മാരിക്കുത്ത്. ഓക്കെ, അടുത്തേതാണ്? തൂവാനം. ഇത് നമുക്ക് സിമിലർ ആണ് അല്ലെ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ ഒരുപാട് ചോദ്യപേപ്പറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തൂവാനം എവിടെയാണ്? അതും ഇടുക്കിയിലാണ്. വാളറ. എവിടെയാണ്? വാളറ. ലക്കം. ചിന്നക്കനാൽ. ഏതാണ്? ചിന്നക്കനാൽ. പെരിയ കനാൽ. ആറ്റുകാട്. അഞ്ചുരുളി. ന്യായംകാട്. എന്താണ്? ന്യായങ്കാട്. വളഞ്ചങ്കാനം. ഓക്കെ, അപ്പൊ ഇത്രയും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് കേട്ടോ. എത്രയാണ്? ഇത്രയും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണേ. ഓക്കെ, ഇത്രയും ഉണ്ട്. ഓക്കെ, അതിന് അടുത്ത ഏതാണ്? അടുത്തത് മൂലംകുഴി ഏതാണ്? സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ഓക്കെ, അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന കുറച്ച് വെള്ളച്ചാട്ടങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? നമ്മുടെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്, ഇലഞ്ഞിപ്പാറ. ഓക്കെ, ഇത്രയാണ്. ആതിരപ്പള്ളി, വാഴച്ചാല്. ഓക്കെ, അപ്പൊ ഇത്രയും കേട്ടോ. ആതിരപ്പള്ളി, വാഴച്ചാല്, പെരിങ്ങൽകുത്ത്, ഇലഞ്ഞിപ്പാറ. ഇത്രയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? ആട്ട്യൻപാറ എവിടെയാണ്? മലപ്പുറമാണ് ആട്ട്യൻപാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആട്ട്യൻപാറ, മലപ്പുറം. ഓക്കെ, ധോണി വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് പാലക്കാടാണ്. ധോണി വെള്ളച്ചാട്ടം പാലക്കാടാണ്. സീതാർകുണ്ട് എവിടെയാണ്? അതും പാലക്കാടാണ്. പാത്രക്കടവ് എവിടെയാണ്? പാലക്കാടാണ്. ഓക്കെ, അതുപോലെ തന്നെ മീൻവല്ലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതും പാലക്കാടാണ്. മീൻവല്ലവും സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് എന്താണ്? ഓക്കെ, ഇത് മനസ്സിലായല്ലോ. വെള്ളച്ചാട്ടം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് എന്താണ്?
അത് കടപ്പുറങ്ങൾ അല്ലെങ്കിൽ ബീച്ചുകൾ അല്ലെ, ബീച്ചുകൾ എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഹൗവ ബീച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് ഹൗവ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. കാപ്പിൽ ബീച്ച് എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കാപ്പിൽ ബീച്ച്. വർക്കല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് തിരുവനന്തപുരത്താണ്. ഓക്കെ, അടുത്ത എന്താണ്? തിരുമുല്ലവാരം എവിടെയാണ്? കൊല്ലത്താണ്. തിരുമുല്ലവാരം കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. തുമ്പോളി കടപ്പുറം എവിടെയാണ്? ആലപ്പുഴ. തൈക്കൽ എവിടെയാണ്? അതും ആലപ്പുഴയിലാണ്. ആലപ്പുഴ. പുറക്കാട് എവിടെയാണ്? ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ചെറായി എവിടെയാണ്? ചെറായി എറണാകുളത്താണ്. മുനമ്പം എവിടെയാണ്? എറണാകുളത്താണ് മുനമ്പം സ്ഥിതി ചെയ്യുന്നത്. അഴീക്കൽ എവിടെയാണ്? തൃശ്ശൂരാണ്. പടിഞ്ഞാറേക്കര എവിടെയാണ്? മലപ്പുറം. കാപ്പാട് ബീച്ച് എവിടെയാണ്? കോഴിക്കോട്. മാറാടും കോഴിക്കോടാണ്. മുഴുപ്പിലങ്ങാട് ബീച്ച് എവിടെയാണ്? അത് കണ്ണൂരാണ്. പയ്യാമ്പലം എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണുതീർത്ഥം എവിടെയാണ്? അത് കാസർഗോഡാണ്. കണ്ണുതീർത്ഥം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ് കണ്ണുതീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ദ്വീപുകളാണ് കേട്ടോ. ദ്വീപുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ദ്വീപുകൾ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത്, ഏതൊക്കെ ജില്ലകളാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ദ്വീപുകൾ. പാതിരാമണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ. ഓക്കെ, കൊക്കത്തുരുത്ത് എവിടെയാണ്? കൊക്കത്തുരുത്ത് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വൈപ്പിൻ എവിടെയാണ്? എറണാകുളം. വല്ലാർപാടം എറണാകുളം. കടമക്കുടി എറണാകുളം. വെല്ലിംഗ്ടൺ എറണാകുളം. ഗുണ്ടു എറണാകുളം. ബോൾഗാട്ടി എവിടെയാണ്? എറണാകുളം. അപ്പൊ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എറണാകുളത്താണ്. കുറുവാദ്വീപ് കുറെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. കുറുവാദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് വയനാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ധർമ്മടം എവിടെയാണ്? കണ്ണൂരാണ് ധർമ്മടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? നൃത്തങ്ങളാണ് കേട്ടോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നൃത്തങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത എന്താണ്? പടയണി എവിടെയാണ്? പടയണി എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. വേലകളി ആലപ്പുഴ. അർജുന നൃത്തം എവിടെയാണ്? കോട്ടയമാണ്. അർജുന നൃത്തം ഇമ്പോർട്ടന്റ് ആണ്. അർജുന നൃത്തം എവിടെയാണ്? കോട്ടയമാണ് അർജുന നൃത്തം. പുലികളി എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലെ. പുലികളി എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. കുമ്മാട്ടിക്കളി എവിടെയാണ്? അതും തൃശ്ശൂരാണ് കുമ്മാട്ടിക്കളി. കണ്യാർകളി എവിടെയാണ്? പാലക്കാടാണ്. കണ്യാർകളി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് കണ്യാർകളി റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്യാർകളി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, പാലക്കാടാണ്. ഓക്കെ, മീനാക്ഷി കല്യാണം എവിടെയാണ്? അതും പാലക്കാടാണ്. ഗദ്ദിക എവിടെയാണ്? വയനാടാണ്. ഗദ്ദിക എന്ന് പറയുന്നത് വയനാടാണ്. തെയ്യം എവിടെയാണ്? കണ്ണൂരാണ്. അടുത്തത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, യക്ഷഗാനം എവിടെയാണ്? യക്ഷഗാനം എന്ന് പറയുന്നത് കാസർഗോഡാണ്. യക്ഷഗാനം ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം.